ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നബിദിനവുമായി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയാണിത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പോവാം. ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ഏതാണ്? ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് യൂസുഫ് നബിയുടെ കഥ. ഖുറാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് യൂസുഫ് നബിയുടെ കഥയാണ്. അടുത്ത ചോദ്യം, ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഉത്തരം ഹഫ്സ ബിൻത് ഉമർ. ഹഫ്സ ബിൻത് ഉമർ. ഒരു സൂറത്തിൽ 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി. ഒരു സൂറത്തിൽ 25 പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി. ഉത്തരം യൂസുഫ് നബി. മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ. മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ. ഉത്തരം മക്കയിലെ കിനാർ വിഭാഗം. മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവരാണ് മക്കയിലെ കിനാർ വിഭാഗം. ആദം നബിയെ എത്ര പ്രാവശ്യം ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ആദം നബിയെ എത്ര പ്രാവശ്യം ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ഉത്തരം വരുന്നത് 34 സ്ഥലങ്ങളിൽ. 34 സ്ഥലങ്ങളിൽ. ലോക വനിതകളിൽ അല്ലാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ. ലോക വനിതകളിൽ അല്ലാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരാണ്? ഉത്തരം മറിയം ബീവി. ലോക വനിതകളിൽ അല്ലാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീയാണ് മറിയം ബീവി. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം യൂനുസ്. ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം. ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമം. ഉത്തരം മറിയം ബീവി. ഖുറാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമമാണ് മറിയം ബീവി. ആദം നബിയുടെ 2 പുത്രന്മാർ. ആദം നബിയുടെ 2 പുത്രന്മാർ ആരൊക്കെയാണ്? ഉത്തരം ഹാബീൽ, ഖാബീൽ. ഖുറാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ. ഖുറാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം ഇതാണ്, മൂസ. ഖുറാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകനാണ് മൂസ. കലീമുല്ലാഹ് എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ. കലീമുല്ലാഹ് എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം മൂസ. മൂസയുടെ പിതാവിൻ്റെ പേര്. മൂസയുടെ പിതാവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉത്തരം ഇമ്രാൻ. മൂസയുടെ പിതാവിൻ്റെ പേര് ഇമ്രാൻ. യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര്. യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര്. ഉത്തരം ഈജിപ്താണ്. യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേരാണ് ഈജിപ്ത്. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആരാണ്? ഉത്തരം സക്കറിയ നബി. സക്കറിയ നബിയാണ് മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര? നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര? ഉത്തരം 950 വർഷം. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്രയാണ്? 950 വർഷം. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെട്ട പ്രവാചകൻ. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഉത്തരം അയ്യൂബ് നബി. അയ്യൂബ് നബിയാണ് ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെട്ട പ്രവാചകൻ. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര്. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് എന്താണ്? ഉത്തരം ഹാജറ, സാറ.
ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേരാണ് ഹാജറ, സാറ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആരാണ്? ഉത്തരം നൂഹ് നബി. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകനാണ് നൂഹ് നബി. ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേര്. ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആദ് സമുദായം. ആദ് സമുദായം. സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേര്. സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേര്. ഉത്തരം ദാവൂദ് നബി. സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേരാണ് ദാവൂദ് നബി. യഹിയ നബിയുടെ പിതാവ്. യഹിയ നബിയുടെ പിതാവ്. ഉത്തരം സഗരിയ നബി. സഗരിയ നബി. ആദ്യത്തെ വേദഗ്രന്ഥം. ആദ്യത്തെ വേദഗ്രന്ഥം ഏതാണ്? ഉത്തരം വരുന്നത് തൗറാത്ത്. ആദ്യത്തെ വേദഗ്രന്ഥമാണ് തൗറാത്ത്. പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ആരാണ്? പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ. ഉത്തരം സുലൈമാൻ നബി. പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി. സഗരിയ നബിയെ ഖുറാനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? സഗരിയ നബിയെ ഖുറാനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? ഉത്തരം 8 പ്രാവശ്യം. വിവാഹം കഴിക്കാത്ത നബി. വിവാഹം കഴിക്കാത്ത നബി ആരാണ്? ഉത്തരം ഈസ നബി. വിവാഹം കഴിക്കാത്ത നബിയാണ് ഈസ നബി. സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവുള്ള പ്രവാചകൻ. സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവുള്ള പ്രവാചകൻ ആരാണ്? ഉത്തരം യൂസുഫ് നബി. സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവുള്ള പ്രവാചകനാണ് യൂസുഫ് നബി. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകൻ. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകൻ ആരൊക്കെയാണ്? ഉത്തരം ആദം നബി, ഈസ നബി. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ആരാണ്? ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ. ഉത്തരം ഈസ നബി. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുറാനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുറാനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ ആരൊക്കെയാണ്? ഉത്തരം നൂഹ്, ലൂത്ത് നബിമാരുടെ ഭാര്യമാർ. നൂഹ്, ലൂത്ത് നബിമാരുടെ ഭാര്യമാർ. നബിയുടെ ഗോത്രനാമം. നബിയുടെ ഗോത്രനാമം എന്താണ്? ഉത്തരം ഖുറൈശ്. നബിയുടെ ഗോത്രനാമമാണ് ഖുറൈശ്. നബിയുടെ കുടുംബനാമം. നബിയുടെ കുടുംബനാമമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബനു ഹാഷിം. നബിയുടെ കുടുംബനാമം ബനു ഹാഷിം. നബിയുടെ പിതാമഹൻ ആരാണ്? നബിയുടെ പിതാമഹൻ ആരാണ്? ഉത്തരം അബ്ദുൽ മുത്തലിബ്. നബിയുടെ പിതാമഹനാണ് അബ്ദുൽ മുത്തലിബ്. ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് ആരാണ്? ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് ആരാണ്? ഉത്തരം സുവൈബ. സുവൈബ. ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് സുവൈബ. നബിയുടെ വളർത്തുമ്മയുടെ പേര്. നബിയുടെ വളർത്തുമ്മയുടെ പേര്. ഉത്തരം ഉമ്മു ഐമൻ. നബിയുടെ വളർത്തുമ്മയുടെ പേരാണ് ഉമ്മു ഐമൻ. ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി. ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഉത്തരം സുമയ്യ ബീവി. ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷിയാണ് സുമയ്യ ബീവി. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഏത് വീഡിയോ ആണ് നിങ്ങൾക്കിനി ആവശ്യമെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.